നമസ്കാരം. കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്ന കടുത്ത നയമാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ പിന്തുടരുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ കിടപ്പറയിൽ നിന്ന് വലിച്ചിഴിച്ച് ന്യൂയോർക്ക് ജയിലിൽ അടച്ചതോടെ ട്രംപിന്റെ അടുത്ത ഉന്നം ആരാണെന്ന ചർച്ചകൾ ലോകമെങ്ങും സജീവമായിരിക്കുകയാണ്. പ്രത്യേകിച്ചും യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വ്ളാഡിമിർ പുടിന്റെ വിധി എന്താകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മഡുറോയെ പിടികൂടിയതോടെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആവേശഭരിതനാണ്. മഡുറോയെ പോലെ പുടിനെയും അമേരിക്കൻ സൈന്യം പിടികൂടണമെന്ന സൂചന സെലൻസ്കി നൽകിയെങ്കിലും ട്രംപിന്റെ വാക്കുകളിൽ മറ്റൊരു തന്ത്രമാണ് നിഴലിക്കുന്നത്. മഡുറോയുടെ അറസ്റ്റിന് പിന്നാലെ അടുത്തത് പുടിനായിരിക്കുമെന്ന സെലൻസ്കിയുടെ പരാമർശങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. അതൊന്നും ആവശ്യമായി വരുമെന്ന് തോന്നുന്നില്ല. പുടിനുമായി എനിക്ക് നല്ല ബന്ധമാണുള്ളത്. അത് തുടരുമെന്നാണ് ഞാൻ കരുതുന്നത്. US എണ്ണവാതക കമ്പനികളുടെ മേധാവികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപ് പറഞ്ഞു. എന്നാൽ യുക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നതിൽ താൻ കടുത്ത നിരാശനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ച കാരഗസിൽ US സൈന്യം നടത്തിയ അപ്രതീക്ഷിത നീക്കത്തിൽ വെനസ്വേലൻ നേതാവ് നിക്കോളാസ് മഡുറോയെ പിടികൂടി വിചാരണയ്ക്കായി അമേരിക്കയിലേക്ക് കൊണ്ടുപോയിരുന്നു. മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരുന്നത്. മഡുറോയുടെ അറസ്റ്റിന് പിന്നാലെ പ്രതികരിച്ച സെലൻസ്കി ഒരു ഏകാധിപതിയോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടതെങ്കിൽ അടുത്തതായി എന്ത് ചെയ്യണമെന്ന് US അറിയാമെന്ന് പുടിനെ ലക്ഷ്യം വെച്ച് പറഞ്ഞിരുന്നു. താൻ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച ആളാണെന്ന് അവകാശപ്പെട്ടിരുന്ന ട്രംപ് യുക്രൈൻ യുദ്ധം ഒരു ഈസി ഡീലായിട്ടാണ് കാണുന്നത്. സൈനിക നീക്കത്തെക്കാൾ ഉപരിയായി പുടിനെ തന്റെ മുന്നിൽ മുട്ടുകുത്തിച്ച് ഒരു ഒത്തുതീർപ്പിന് പ്രേരിപ്പിക്കുകയാണ് ട്രംപിന്റെ യഥാർത്ഥ ലക്ഷ്യം. യുക്രൈനിലെ യുദ്ധക്കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട് വ്ളാഡിമിർ പുടിൻ രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നേരിടുന്നുണ്ട്. ഇത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. മഡുറോയെ വീഴ്ത്തിയത് വെറും ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് വെനസ്വേലയുടെ എണ്ണ സമ്പത്തിന്റെ നിയന്ത്രണം കൂടി മുന്നിൽ കണ്ടാണ്. റഷ്യയുടെ കാര്യത്തിലും സമാനമായ നീക്കമാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകർച്ചയിലാണെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് പുടിന് നൽകുന്ന കൃത്യമായ മുന്നറിയിപ്പാണ്. ആയുധം കൊണ്ട് പിടിക്കുന്നതിനേക്കാൾ മുൻപ് റഷ്യയെ സാമ്പത്തികമായി തകർത്ത് വരുതിയിലാക്കുക എന്നതാണ് ട്രംപിന്റെ ഗെയിം പ്ലാൻ. സൈനികർ കൊല്ലപ്പെടുന്നതിനോട് തനിക്ക് താല്പര്യമില്ലെന്ന് ട്രംപ് ആവർത്തിക്കുന്നു. എന്നാൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത പക്ഷം മഡുറോയ്ക്ക് സംഭവിച്ചത് ആർക്കും സംഭവിക്കാം എന്നൊരു പരോക്ഷ മുന്നറിയിപ്പ് ഈ പിടികൂടലിലൂടെ ട്രംപ് ആഗോള ഏകാധിപതികൾക്ക് നൽകി കഴിഞ്ഞു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മഡുറോയുടെ അറസ്റ്റ് ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ അധികാരം കാണിക്കാനുള്ള ഒരു ഷോ കൂടിയാണ്. റഷ്യയും ചൈനയും പോലുള്ള വൻ ശക്തികളെ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് നിർബന്ധിതരാക്കാൻ ഇത്തരം കടുത്ത നീക്കങ്ങൾ ഉപകരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ ലോക പോലീസ് എന്നതിലുപരി ലോകത്തിലെ മധ്യസ്ഥനായി മാറാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. പക്ഷേ ആ മധ്യസ്ഥതയ്ക്ക് വഴങ്ങാത്തവർക്ക് മുന്നിൽ മഡുറോയുടെ വിധി കാത്തിരിക്കുന്നു എന്ന ഭീഷണി അദ്ദേഹം കൃത്യമായി സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം വെനസ്വേലയിലെ പുതിയ ഭരണകൂടത്തിൽ നിന്ന് US പൂർണ്ണ സഹകരണം ലഭിക്കുന്നുണ്ടെന്നും വെനസ്വേലയും എണ്ണ ശേഖരത്തെയും വർഷങ്ങളോളം ഇനി US നിയന്ത്രിക്കുമെന്നും ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്നതെല്ലാം വെനസ്വേല നൽകിയായിരുന്നുവെന്നും അനിശ്ചിതകാലത്തേക്ക് US അവിടെ രാഷ്ട്രീയ മേധാവിത്വം തുടരുമെന്നും ട്രംപ് ന്യൂയോർക്ക് ടൈംസിനോട് വ്യക്തമാക്കിയിരുന്നു. ലാഭകരമായ രീതിയിൽ വെനസ്വേലയെ പുനർനിർമ്മിക്കും, രാജ്യത്തെ എണ്ണ ശേഖരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും. വെനസ്വേലയിൽ തന്റെ നേരിട്ടുള്ള മേൽനോട്ടം 1 വർഷത്തിൽ കൂടുതൽ നീളുമെന്നും ട്രംപ് വ്യക്തമാക്കി. എണ്ണവില കുറയ്ക്കുമെന്നും വെനസ്വേലയ്ക്ക് അത്യാവശ്യമായ പണം നൽകാൻ പോവുകയാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവായ മരിയ കൊറീന മച്ചാഡോയെ പിന്തുണയ്ക്കുന്നതിന് പകരം മയക്കുമരുന്ന് ഭീകരത ആരോപിച്ച സർക്കാരിന്റെ മുതിർന്ന അംഗമായിരുന്ന ഡെൽസി റോഡ്രിഗസിനെ പുതിയ നേതാവായി അംഗീകരിച്ചത് എന്തുകൊണ്ടാണെന്ന ചോദ്യങ്ങൾക്ക് ട്രംപ് മറുപടി നൽകിയിരുന്നില്ല. റോഡ്രിഗസുമായി സംസാരിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ അദ്ദേഹം വിസമ്മതിക്കുകയും ചെയ്തു. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ സംസാരിച്ചതായും അദ്ദേഹം സൂചനയും നൽകി.